കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അനുഗ്രഹിക്കപ്പെട്ട ഈ വാക്യത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. 11-ാം അധ്യായം എബ്രായലേഖനത്തിനകത്ത് നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ ദൈവഭക്തന്മാർ അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരെ അണിനിരത്തുന്ന ഒരു ഭാഗമാണ് എബ്രായലേഖനം 11-ാം അധ്യായം. അതുകൊണ്ട് തന്നെയാണ് അതിന് വിശ്വാസത്തിൻ്റെ അധ്യായം എന്നൊരു മറുപേര് തിയോളജിക്കലായിട്ടുണ്ട്. ഇവിടെ ആ ഭാഗങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് 12-ാം അധ്യായത്തിൽ കയറുമ്പോൾ നമ്മെ നോക്കിയില്ലെങ്കിൽ എബ്രായ സഭയെ നോക്കിയോ നമ്മെ നോക്കിയോ പറയുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും എന്ത് ചെയ്യാണ്? നിൽക്കുകയാണ്. അപ്പം വലിയൊരു അബ്രഹാം മുതൽ ഹാബേൽ മുതൽ ഇങ്ങോട്ട് ദൈവഭക്തന്മാർ അല്ലേ, അബ്രഹാം, ഇസഹാക്ക്, പ്രീസലോ, ഹാനോക്ക്, അതുപോലെ യാക്കോബ്, മോശ, ദാവീദ്, ഇങ്ങനെ തുടങ്ങിയ ദൈവഭക്തന്മാരുടെ ഒരു നീണ്ട നിരയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. അല്ലെങ്കിൽ എന്ന് മാത്രമല്ല, യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം ഉണ്ടായിരുന്ന അപ്പോസ്തല ഗണത്തിലുൾപ്പെടെ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും. എന്തുവാ സകല ഭാരം എന്ന് പറയുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ പിശാച് പലപ്പോഴും നമ്മളെ തകർക്കാൻ എടുക്കുന്ന ആയുധങ്ങളിൽ ഏറ്റവും പ്രധാന ആയുധമാണ് നമ്മളെ ഭാരപ്പെടുത്തുക എന്നുള്ളത്. നമ്മളെ വിഷമിപ്പിക്കുന്ന തലങ്ങൾ അല്ലേ. ചിലപ്പോൾ അത് നിന്ദയുടെ രൂപത്തിലോ ആക്ഷേപത്തിലോ പരിഹാസത്തിലോ ഒറ്റപ്പെടുത്തലോ കുറ്റപ്പെടുത്തലോ ഏകാന്തതയുടെ തലങ്ങളോ നമ്മളെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാകാതിരിക്കുന്ന മേഖലകളോ അല്ല, ഇല്ലെങ്കിൽ നമ്മളെ സാന്ത്വനിപ്പിക്കേണ്ടവർ, താങ്ങേണ്ടവർ, വളർത്തേണ്ടവർ, ഉയർത്തേണ്ടവർ, പലപ്പോഴും നമ്മളെ തകർക്കുവാനുള്ള പദ്ധതികൾ അവരറിഞ്ഞോ അറിയാതെയോ മെനയപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ പിശാച് അവരെ ആ തരത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഭാരം വിട്ട് നമ്മൾ ഓടണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം മുറുകെ പറ്റുന്ന പാപം. ബീസെറ്റ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പദം അതിനകത്ത് വരുന്നുണ്ട്. ഈ മുറുകെ പറ്റുക എന്നുള്ളതിന് ബീസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം സ്തോത്രം വലയം ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം. നമ്മൾ പലപ്പോഴും പലരും പ്രസംഗിക്കുന്ന കേട്ടിട്ട് മുറുകെ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടാലും നമ്മളെ വിടാത്തത്, ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അതിനെ മാറ്റണമെന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് കഴിയാതിരിക്കുന്ന ഒരു മേഖലയുണ്ട്. അതിനെയാണ് മുറുകെ പറ്റുന്ന പാപം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പരിശോധിച്ചാൽ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അല്ലേ, ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, ദൈവം ഈ ലോകത്തിൽ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സ്തോത്ര ബന്ധങ്ങളുണ്ട്. ദൈവദിന പ്രകാരം ഈ ലോകത്ത് അല്ലേ പല മേഖലകളിലും ദൈവം അതിൻ്റെ വിലക്ക് പറയുന്നുണ്ട്. ജാതികളോടുള്ള ബന്ധത്തിലൊക്കെ ദൈവമക്കളോട് പറയുന്നൊരു കാര്യമാണ് ഇണയില്ല, പിണ കൂടരുത്, ജാതികളുടെ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിക്കരുത്, അവയെ സേവിക്കരുത്, അവയോടൊപ്പം നമ്മളായിരിക്കരുത്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്നൊക്കെ പറയുന്ന വിവിധ വേദപുസ്തകത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ കൽപ്പനകളുടെ രൂപത്തിലൊക്കെ തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ എവിടെ നമ്മൾ വിടേണ്ടത്? ഇന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് മുറുകെ പറ്റുന്ന പാപം ഇല്ലെങ്കിൽ മുറുകെ പറ്റുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്താൽ, അത് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. സ്തോത്ര നമുക്ക് ചിലതിനെ വിടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അല്ലേ. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടി സ്തോത്രം ഇല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ഇന്ന് ചില മേഖലകൾ ചില വ്യക്തികളിലേക്കൊക്കെ നമ്മൾ പൊക്കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ കാലത്ത് ഈ ഭൂമിയിലുള്ളതോ ചിലർക്ക് ഒരുപക്ഷെ പല മേഖലകളുണ്ട്. ചിലർ ജോലിയെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, സ്തോത്രം, ചിലർ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലെങ്കിൽ ദൈവം നൽകിയ നന്മകളുടെ പിന്നിൽ അവരുടെ കണ്ണു പോകുന്നവരുണ്ട്. ഇതെല്ലാം പ്രശ്നമാണ്. സ്തോത്രം, ബൈബിൾ പറയുന്നു അങ്ങനെ നമുക്ക് വിടാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറുകെ പറ്റുന്ന പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മൾ അതിനെ ഒഴിവാക്കേണ്ടത്? ദൈവത്തിൽ ആശ്രയിച്ച് അതിൽ നിന്ന് നമ്മൾ ഓടി മറിയാൻ ആഗ്രഹിച്ചാൽ മുൻപോട്ടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമാകും. അതാണ് ഇവിടെ പറയുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴിയാത്രയിൽ ഈ വിധ തടസ്സങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് വിട്ട് നമ്മൾ ഓടുവാൻ തക്കവണ്ണം തയ്യാറാകണം. അത് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടവരും. പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ്. എല്ലാവിധ നന്മകളെ കൊണ്ട് നിറയ്ക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.